വൈകുന്നേരം ചായ കുടിക്കാനിരിക്കുമ്പോഴാണ് രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ അത് വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ 2-3 സബോളൊക്കെ കട്ട് ചെയ്ത് അതിൽ തക്കാളിയും കുറച്ച് കടുക്, ആദ്യം കടുകൊക്കെ പൊട്ടിച്ചിട്ടാണ് ഈ ഐറ്റം ഉണ്ടാക്കിയത്. കടുക്, സബോള, തക്കാളി എല്ലാം കൂടി മസാല ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഇറച്ചി മസാലയും ഗരം മസാല ഒക്കെ ഒന്ന് വിതറി കൊടുത്തപ്പോൾ ചപ്പാത്തിയും നമ്മൾ സ്ക്വയർ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്തു. ഒരു 2 കോഴിമുട്ടയും പൊട്ടിച്ചെടുത്തപ്പോൾ സംഭവം നല്ല അടാറൊരു സൂപ്പർ ഐറ്റം തന്നെയായി. കാരണം ചപ്പാത്തി എന്തായാലും വെറുതെ ആരും കളയത്തില്ല. കുറച്ച് സ്പൈസി ആയപ്പോൾ പിന്നെ പറയും വേണ്ട, കട്ടൻ ചായയും കൂടി ആയപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ചപ്പാത്തി കിട്ടിയിട്ട് ഇനി ബാക്കി വീട്ടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരും കളയണ്ട കേട്ടോ. സംഭവം ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്കുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതും പറയാം കേട്ടോ. ഒരു തട്ടിക്കൂട്ട് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ വീഡിയോസ്. പക്ഷെ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ചപ്പാത്തി ബാക്കി കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും നല്ല കിടുക്കാഴ്ചയായിരുന്നു. കാരണം ഒരു കട്ടൻ ചായയുടെ ഒക്കെ കൂടെ നല്ല സ്പൈസി ആയിട്ട് കഴിക്കുക. സ്പൈസി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും കുറച്ച്. കാരണം അങ്ങനെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അനിയത്തി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ ആദ്യം ജസ്റ്റ് അനിയത്തിക്ക് വായ വെച്ച് കൊടുത്തു നോക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമായി. അവൾ പറഞ്ഞത് ഉപ്പ് ഇച്ചിരി കൂടുതലാണെന്നാണ് പറഞ്ഞത്. അപ്പം നാളെ ഞാൻ അമ്മയ്ക്കും കൊടുത്തു നോക്കി. അപ്പം അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അമ്മ ഇനി അടുത്തതായിട്ട് അമ്മ പറയുന്ന അഭിപ്രായം അമ്മ പറയണതാണ്. അമ്മ കഴിക്കമ്മ. അപ്പൊ അമ്മ കഴിച്ചപ്പോ അമ്മ പറയണ അതാണ്. അമ്മ കഴിക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ട് അമ്മ? എന്തെങ്കിലും കുറവോ കൂടുതൽ? അമ്മയ്ക്ക് പ്രഷർ ഉള്ളതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് ഉപ്പ് കൂടിയാൽ അറിയത്തില്ല. എന്റെ അപ്പൂന് എന്തോ പറയാണ് ഗൈസ്. പറയൂ, അപ്പൊ പറയൂ. എനിക്ക് ഒരു സബ്സ്ക്രൈബേഴ്സിന് തരൂ ഗൈസ്. എനിക്ക് പ്ലേ ബട്ടൺ വേണം. എന്റെ അപ്പൂര് അത്ര മാത്രമേ ഉള്ളൂ. അടുത്ത അപ്പു കഴിക്കുന്നതാണ്. അപ്പു ഉപ്പ് കൂടുതലുണ്ടോ? അപ്പൊ ഫ്ലോപ്പായി ഗായ്സ്, ഫ്ലോപ്പ്. അടുത്തത് നമ്മുടെ പാറുക്കുട്ടി കഴിക്കുന്നതാണ് ഗായ്സ്. പാറുക്കുട്ടി എങ്ങനെയുണ്ട്? പാറുക്കുട്ടിക്ക് എന്താ അറിയാന്നല്ലേ? എന്നാലും അറിയാട്ടെ പാറുക്കുട്ടി രുചി ഭേദങ്ങളൊക്കെ അറിയാം. അപ്പൊ നമ്മളെ ചായ കുടിയൊക്കെ കഴിഞ്ഞതാ. കായ വരുമ്പോ കൊടുന്നതാണ് കേട്ടോ ഈ സ്നാക്സ്. നമ്മളെ ചക്രം കാണിച്ചു കൊടുത്ത ചക്രം. ഇതിന് ഞങ്ങൾ ചക്ര എന്നാണ് പറയാ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താന്ന് പറയുന്നത് കമന്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഞാനും ഒന്ന് കഴിച്ചു നോക്കിയപ്പോ എന്താണ് ടേസ്റ്റ് എന്ന് അറിയാം. അപ്പൊ എന്തായാലും സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. സംഭവം കൊള്ളാം, സൂപ്പറായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, സീ യു. വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.